ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരിച്ചു പോകുമ്പോൾ യഥാർത്ഥ വിശ്വാസികളായി, മുഅ്മിനീങ്ങളായി, മുവഹിദീങ്ങളായി മരിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നൽകിയിട്ടുള്ള ഏറ്റവും അപാരമായ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതം. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും, ഓരോ സാഹചര്യങ്ങളും, ഓരോ സന്ദർഭങ്ങളും വിലപ്പെട്ടതാണ്. ഓരോ സാഹചര്യങ്ങളും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ജനിച്ചോ, മരണം ഉറപ്പാണ്. മരിക്കാത്ത ആരും തന്നെ ഭൂലോകത്തില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും വഫാത്തായി. 63-ാമത്തെ വയസ്സിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അപ്പം ഏതൊരു മനുഷ്യനും മരിക്കുക എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫമൻ സുഹ്സിയ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. നരകത്തിൽ നിന്ന് ആരാണോ രക്ഷപ്പെടുന്നത്, നരകത്തിൽ നിന്ന് ആര് രക്ഷപ്പെട്ടുവോ എന്നിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്താൽ ഫഖദ് ഫാസ്, ഹി വിൽ അച്ചീവ്ഡ് ദ അൾട്ടിമേറ്റ് സക്സസ്. അതാണ് വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം. ഈ ഒരു ഏറ്റവും വലിയൊരു വിജയം അതാണ് സ്വർഗം എന്ന് പറയുന്നത്. ആ ഒരു സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അതിന് വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അത് ശരിയാണ്. നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, അത് ശരിയാണ്. നമ്മൾ പഠിക്കുന്നുണ്ട്, അത് ശരിയാണ്. നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്, അത് ശരിയാണ്. നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ട്, അതും ശരിയാണ്. നമ്മൾ വീട് വെക്കുന്നുണ്ട്, അത് ശരിയാണ്. വാഹനം വാങ്ങിക്കുന്നു, അത് ഡ്രൈവ് ചെയ്യുന്നു, അതെല്ലാം ശരി തന്നെയാണ്. പക്ഷേ ഏറ്റവും വലിയ ശരി എന്താണ്? ഫമൻ സുഹ്സിയ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ഫമൻ സുഹ്സിയ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. അതാണ് ഏറ്റവും വലിയ ശരിയും ഏറ്റവും വലിയ വിജയവും എന്ന് പറയുന്നത്. നമുക്കറിയാം, there are lot of things, simple deeds leading to Jannah. സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് സിമ്പിളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അതിൽ ഫസ്റ്റ് ഒന്നാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നു, മൻ ലഖിയല്ലാഹ് ലാ യുശ്രിക് ബിഹി ഷൈഅ ദഖലൽ ജന്ന. മൻ ലഖിയല്ലാഹ്, ആരാണോ അല്ലാഹുവിനെ, whoever meet Almighty Allah without ascribing anything to him will enter Jannah. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ശിർക്ക് ചെയ്യാതെ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ആരൊക്കെയുണ്ടോ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഞാനിന്ന് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഒരു ഫാമിലി, മംഗലാപുരത്തുള്ള ഒരു ഫാമിലി, അവർ മമ്പുറം പോയി തിരിച്ചു വരികയാണ്. ചില ആളുകൾ എന്താണ് ചെയ്യുക, അവിടെയുള്ള ഫാമിലി ഇവിടെ ഉള്ളാൾ പോയി അങ്ങോട്ട് തിരിച്ചു പോകുന്നു. നമുക്ക് കാര്യം മനസ്സിലായി. ചിലർ ഉള്ളാൾ വരുന്നു, ചിലർ മമ്പുറത്തേക്ക് പോകുന്നു. ഇവിടെയുള്ള ആളുകൾ അങ്ങോട്ട് പോകുന്നു, അവിടെയുള്ള ആളുകൾ ഇങ്ങോട്ട് വരുന്നു. രണ്ടിൻ്റെയും മീനിങ് നമുക്ക് മനസ്സിലായല്ലോ. എന്താണ് മീനിങ്? ഈ ഒരു ഹദീസിന് അത് യോജിച്ചതാണോ? മൻ ലഖിയല്ലാഹ് ലാ യുശ്രിക് ബിഹി ഷൈഅ ദഖലൽ ജന്ന. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് ശിർക്ക് ചെയ്യാത്ത രൂപത്തിലാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പക്ഷേ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഫാമിലികൾക്ക് അത് ലഭ്യമാകുമോ? അത് ലഭിക്കുമോ? ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഫാമിലികൾക്ക് ഒരിക്കലും ലഭ്യമല്ല. മറിച്ച് ഏതെങ്കിലും ഒരു ഫാമിലി, അത് ഇന്ത്യയിൽ നിന്നാവട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്നാവട്ടെ,
ഏതെങ്കിലും ഒരു ഫാമിലി അള്ളാഹുവിൻ്റെ ഭവനമായ കഅബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉംറ കർമ്മത്തിന് വേണ്ടിയോ ഹജ്ജ് കർമ്മത്തിന് വേണ്ടിയോ യാത്ര ചെയ്യുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ളതാണ്, അത് ദൈവിക മാർഗത്തിലുള്ളതാണ്. അവർക്ക് അങ്ങനെ ഒരു യാത്ര നടത്തിക്കൂടെ? അപ്പം നമ്മുടെ ചുറ്റുമുള്ള ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഉള്ളാൾ ദർഗയിലേക്കും മമ്പുറം മക്കാമിലേക്കും യാത്ര ചെയ്യുന്ന ആളുകളോട് നമ്മൾ പറയണം, പാടില്ല സഹോദര, ശിർക്ക് ചെയ്യാൻ പാടില്ല. കാരണം അള്ളാഹു പറയുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ശിർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഈ കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ഇനി സെക്കൻഡ് വൺ, രണ്ടാമത്തെ കാര്യം എന്താ? സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇന്ന ലില്ലാഹി തിസ്അതും വതിസ്ഈന ഇസ്മ മിഅ ഇല്ലാ വാഹിദ. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. മൻ അഹ്സാഹ ദഖലൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ആ നാമങ്ങൾ അത് കൃത്യമായി മനഃപ്പാടമാക്കുകയും അറിഞ്ഞ് ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പം അള്ളാഹുവിന് 99 വചനങ്ങളുണ്ട്. ചില ആളുകളൊക്കെ ഈ 99 വചനങ്ങൾ ഫ്രെയിമിലാക്കി വീടുകളിൽ വിൽക്കാൻ കൊണ്ടുവരുന്നത് കാണാം, അല്ലേ? ഫ്രെയിമിലാക്കി നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരും എന്തെങ്കിലും സംഭാവന. എന്താണ് ഇത് ഫ്രെയിമിലാക്കിയാലോ അല്ലെങ്കിൽ ഇത് പ്രിന്റ് ചെയ്താലോ വലിയ പുണ്യമുണ്ടോ? അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ആരെങ്കിലും ഈ 99 നാമങ്ങൾ ഒന്നാമതായി ഹഫിളഹ, അതിനെ മനഃപ്പാടമാക്കുന്നു. രണ്ടാമതായി മഅരിഫത്തു മഅനാഹ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നു. മൂന്നാമതായി അൽ അമലു ബിമുഖ്തലാഹ, ആ ഓരോ വചനങ്ങളുടെയും അർത്ഥമനുസരിച്ച് പ്രവർത്തിക്കുന്നു. അള്ളാഹു റാസിഖാണ്, ഭക്ഷണം നൽകുന്നവനാണ്. എനിക്ക് മമ്പുറം തങ്ങളെ എനിക്ക് ഭക്ഷണം നൽകണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഫഖദ് അശ്റക ബില്ലാഹ്. അള്ളാഹു ഗഫൂറാണ്, ഗഫാറാണ്, അവൻ പൊറുക്കുന്നവനാണ്. നബി തങ്ങളെ എൻ്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഫഖദ് അശ്റക വകഫർ, അവൻ ശിർക്ക് ചെയ്യുന്നവനാണ്, അല്ലേ? അപ്പോൾ അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ഈ 99 നാമങ്ങൾ മനഃപ്പാടമാക്കിയാൽ മാത്രം മതിയോ? പോരാ, മറിച്ച് എന്തുകൂടി ചെയ്യണം? അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അതിൻ്റെ ആശയത്തിനനുസരിച്ച് ജീവിതം നമ്മൾ ക്രമപ്പെടുത്തണം. എങ്കിൽ മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ആ 99 നാമങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ സ്വർഗം ലഭിക്കൂ എന്നവരുടെ കൂട്ടത്തിൽ നമ്മളും ഉൾപ്പെടുകയുള്ളൂ. നാലാമതായി, ഈ 99 നാമങ്ങൾ തന്നെ ദുആഉഹു ബിഹാ, ആ നാമങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. അത് വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉ ബിഹാ. അല്ലാഹുവിന് 99 പേരുകളുണ്ട്. ആ 99 പേരുകളിൽ നിങ്ങൾ ഓരോ പേര് വെച്ച് നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചോളൂ. ഗഫൂറായ നാഥ, റഹ്മാനായ നാഥ, റഹീമായ നാഥ, യാ മാലിക്കൽ മുലൂക്, യാ ഗഫാർ, ഇങ്ങനെ വിളിച്ച് നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. ഈ പേരുകൾ വെച്ച് നമുക്ക് യാ റഹ്മാൻ ഇർഹംനി, യാ ഗഫൂർ യഗ്ഫിർലി, യാ തവ്വാബ് തുബ് അലയ്യ, അല്ലേ? റഹ്മാനെ, എന്നോട് എനിക്ക് നീ കരുണ ചെയ്യണമേ. യാ ഗഫാർ, പൊറുക്കുന്നവനെ, എന്നോട് നീ പൊറുക്കണേ. തൗബ സ്വീകരിക്കുന്നവനെ, എൻ്റെ തൗബയെ നീ സ്വീകരിക്കണമേ എന്ന് നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. ഇതിനാണ് 99 നാമങ്ങൾ. അല്ലാതെ അത് ഫ്രെയിമിലാക്കി വീട്ടിൽ കെട്ടിത്തൂക്കാനുള്ളതല്ല. അങ്ങനെ ഒരാൾ അതുകൊണ്ട് ബർക്കത്തുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ബിദ്അത്താണ്, അത് ബിദ്അത്താണ്, അത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. അതുകൊണ്ട് അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം. ഇനി വാട്ട് ഈസ് ദ അനദർ തിങ്? തേർഡ് വൺ, മൂന്നാമത്തത് എന്താ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള? സാലിസുൽ അഅമാൽ ഇഖാമത്തു സ്വലാത്തുൽ ഫജ്ർ വൽ അസ്ർ വൽ മുഹാഫളത്തി അലാ ദാലിക് വല്ലതാനി തുസമ്മിയാൻ അൽ ബുർദൈൻ ലിഅന്ന സ്വലാത്തുൽ ഫജ്ർ തഖഉ ഫി അബ്റദി മാ യകൂനു മിനൽ ലൈൽ
വസലാത്തുൽ അസ്ർ തഖഉ ഫി അബ്രദി മാ യകൂനു മിനൻ നഹാർ. റസൂലുള്ളാഹി പറഞ്ഞു, മൻ സല്ല അൽ ബർദൈൻ ദഖലൽ ജന്ന. തണുപ്പ് നിസ്കാരങ്ങൾ, 2 തണുപ്പ് നേരത്തെ നിസ്കാരങ്ങൾ ആരെങ്കിലും നിർവഹിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് തണുപ്പുള്ള സമയത്തെ നിസ്കാരം? ഒന്ന് സുബഹി നമസ്കാരമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ തണുപ്പ് ഫീൽ ചെയ്യുന്ന സമയമാണ്. രണ്ടാമത്തത് എന്താണ്? അസ്ർ നമസ്കാരമാണ്. ഉച്ചവെയിലൊക്കെ കഴിഞ്ഞ് സന്ധ്യയോടടുക്കുന്ന സമയം, അല്ലെങ്കിൽ അസ്ർ നമസ്കാരം. ഇതാണ് പ്രബലമായ അഭിപ്രായം. ഈ 2 നമസ്കാരങ്ങൾ വളരെ കണിശമായി ആരെങ്കിലും ജമാഅത്തോടു കൂടി നിർവഹിക്കുന്നുവെങ്കിൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നു. ഇനി നാലാമത്തെ കാര്യം റസൂൽ പഠിപ്പിച്ചത് എന്താ? സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സയ്യിദുൽ ഇസ്തിഗ്ഫാർ. നമുക്കറിയാം, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയൽ മാത്രമല്ല, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു എന്ന് പറയുന്നതായ പ്രാർത്ഥന. അതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഈ പ്രാർത്ഥന, ഈ ഇസ്തിഗ്ഫാർ ആരെങ്കിലും രാവിലെയും വൈകുന്ന വമൻ ഖാലഹാ മിനൽ ലൈൽ വഹുവ മൂഖിനും ബിഹാ ഫമാത ഖബ്ല അൻ യുസ്ബിഹ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന വമൻ ഖാലഹാ മിനൻ നഹാർ മൂഖിനം ബിഹാ ഫമാത മിൻ യൗമിഹി ഖബ്ല അൻ യുംസി ഫഹുവ മിൻ അഹ്ലിൽ ജന്ന. ആരെങ്കിലും അത് മനസ്സറിഞ്ഞുകൊണ്ട് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ചൊല്ലിയാൽ അവൻ സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽപ്പെട്ടവനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ വളരെ പ്രബലമായ പ്രധാനപ്പെട്ട ഒരു ദിക്റാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇനി നമുക്കറിയാം, നമുക്ക് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറിയാം. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ലാ ഇലാഹ ഇല്ലാ അൻ സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അദ്ദേഹം പ്രാർത്ഥിച്ചതായ ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത ഖുർആനിൽ പറയുന്നത് എന്താണ്? ഫസ്തജബ്നാ ലഹു വനജ്ജൈനാഹു മിനൽ ഗം. അദ്ദേഹത്തെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ പ്രാർത്ഥനയാണ്. എന്നിട്ട് അതിൻ്റെ ഉടനെ പറയുന്നു വകദാലിക നുൻജിൽ മുഅ്മിനീൻ. വിശ്വാസികളെയും നാം ഈ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെടുത്തും. അത് യൂനുസ് നബിക്ക് മാത്രമുള്ളതല്ല, മറിച്ച് ലോകത്തുള്ള സകല വിശ്വാസികളെയും ഈ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെടുത്തുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് പറയുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് നമ്മെ ഹദീത്തിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലാ അൻ സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് നമ്മൾ പതിവാക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാം. ഇനി അടുത്തതെന്താ? 5-ാമത്തെ കാര്യം എന്താ? സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്ര സംഭവമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ, ആരാണ് ഇന്ന് നോമ്പ് നോറ്റത്? അപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അന യാ റസൂലല്ലാഹ്. ഫഖാല അബൂബക്കറാന. പിന്നെ റസൂൽ ചോദിച്ചു, ആരാണ്? ഫമൻ തബിഅ മിൻകും അൽ യൗമ ജനാസ, ഇന്ന് ആരാണ് ഒരു മയ്യത്തിൻ്റെ കൂടെ അനുഗമിച്ചത്? അപ്പോഴും അബൂബക്കർ പറഞ്ഞു ഞാനുണ്ട് റസൂലേ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. വീണ്ടും റസൂൽ ചോദിച്ചു, ആരാണ് ഇന്ന് പാവപ്പെട്ട ഒരാൾക്ക് ഭക്ഷണം കൊടുത്തത്? അപ്പോഴും അബൂബക്കർ പറഞ്ഞു ഞാനുണ്ട് റസൂലേ, ഞാനത് ചെയ്തിട്ടുണ്ട്. വീണ്ടും റസൂൽ ചോദിച്ചു, എന്താണ് ചോദിച്ചത്? ഫമൻ ആദ മിൻകുമുൽ യൗമ മരീള, ഇന്ന് ആരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത്? ആരാണ്? അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട് പ്രവാചക. അടുത്തതാണ് റസൂൽ പറയുന്നതിൻ്റെ അതിൻ്റെ ക്ലൈമാക്സ്. അതാണ് മജ്തമഅന ഫിംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഒരു ദിവസം ഒരു മനുഷ്യനിൽ ദിസ് 4 ഡീഡ്സിൻ്റെ ഒരു ദിവസം സംഗമിക്കുകയാണെങ്കിൽ
അവൻ സ്വർഗത്തിലാണ്. അവൻ സ്വർഗത്തിലാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. നമ്മൾ ഒരു ദിവസം സുന്നത്ത് നോമ്പ് എടുത്തു. അന്ന് തന്നെ ഒരു മയ്യത്ത് നിസ്കാരം അല്ലെങ്കിൽ ഒരു മയ്യത്തിനെ അനുഗമിക്കാൻ മയ്യത്തിൻ്റെ കൂടെ നമ്മൾ പോയി നിസ്കരിച്ചു. അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ പിന്നെ ചെയ്യാൻ പറ്റിയ 2 കാര്യം എന്താ? രോഗിയെ സന്ദർശിക്കുക, പാവപ്പെട്ട ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക. ഇറ്റ്സ് വെരി ഈസി, സിമ്പിൾ ഡീഡ്. അത് നമുക്ക് ചെയ്യാം. വളരെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമായി നമുക്കിതിനെ കാണാവുന്നതാണ്. ഇക്കാര്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഇനി 6th വൺ എന്താണ്? 6ാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ ഖാലൽ മുഅദ്ദിൻ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ബാങ്ക് വിളിക്കുന്ന ആൾ അല്ലാഹു അക്ബർ അല്ലാഹ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തിരിച്ചിവിടെ ഫഖാല അഹദുക്കും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതുപോലെ ബാങ്കിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഏറ്റുപറയുകയാണെങ്കിൽ, ഹയ്യാലസ്സലാ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെ ഒരാൾ ബാങ്ക് തീരുവോളം ഇത് ഏറ്റുപറയുകയാണെങ്കിൽ റസൂൽ പറയുന്നു അത് മനസ്സറിഞ്ഞ് പറയണം. മിൻ ഖൽബിഹി ദഖലൽ ജന്ന. മനസ്സറിഞ്ഞ് ഒരാൾ പറയുകയാണെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കുറേ കാലമായി ഇത് ചൊല്ലാൻ തുടങ്ങിയിട്ട്, പറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ റസൂൽ ഈ ഹദീത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായിട്ട് നമ്മൾ റിമൈൻഡ് ചെയ്യുന്നുണ്ടോ? നമ്മൾ റിമൈൻഡ് ചെയ്യണം, നമ്മൾ മനസ്സിൽ വെക്കണം. അത് നമ്മൾ മനസ്സിൽ ആലോചിച്ചു കൊണ്ട് ഈ ദിക്ർ, അതല്ലെങ്കിൽ ബാങ്കിന് നമ്മൾ ആ ബാങ്കിൽ പറയുന്നത് പോലെ നമ്മൾ തിരിച്ചു പറയണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇനി 7th വൺ, 7ാമത്തെ കാര്യം എന്താ? അതും റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു, മാ മിൻ മുസ്ലിമിൻ യമൂതു ലഹു സലാസ ലം യബ്ലഉൽ ജന്ന ഇല്ല അദ്ഖലഹുല്ലാഹുൽ ജന്ന ബിഫളി റഹ്മതിഹി ഇയ്യാ. ഒരാൾക്ക് 3 കുട്ടികൾ, ആ കുട്ടികൾ ലം യബ്ലഉ അൽ ഹിൻസ, പ്രായപൂർത്തിയാവാത്ത മക്കളാണ്. അല്ലെങ്കിൽ 2 മക്കൾ, ഒരു ഹദീസിൽ 2 കുട്ടികളെന്നും നമുക്ക് കാണാവുന്നതാണ്. ഒരു സ്ത്രീ ഇത് കേട്ടപ്പോൾ ഒരു വസ്നൈൻ ഫഖാൽ റസൂലുള്ളാഹി വസ്നൈൻ മുത്തഫഖുൻ അലൈഹി. 2 കുട്ടികളായാൽ റസൂലെ അങ്ങനെ കിട്ടുമോ എന്ന് ചോദിച്ചു. എന്താ 2 കുട്ടികൾ എന്ന് മാത്രമല്ലേ, 3 അല്ലെങ്കിൽ 2 മക്കൾ, പ്രായപൂർത്തിയാവാത്ത മക്കൾ. ആ മക്കൾ മരിച്ചു പോയിട്ട് ആ മനുഷ്യൻ അല്ലെങ്കിൽ മാതാപിതാക്കൾ ക്ഷമിച്ചു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമിച്ചു, പ്രതിഫലം ആഗ്രഹിച്ചു. അങ്ങനെയെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇനി 8ാമത്തെ കാര്യം എന്താ? ഇഹ്സാനു തർബിയത്തിൽ ബന വസ്സബ്റു അലാ ദാലിക്. പെൺകുട്ടികളെ വളർത്തുക, സഹോദരികളെ എന്താണ് അവരെ സഹായിക്കുക. സഹോദരിമാരെ, പെൺമക്കളെയും സഹോദരിമാരെയും വളർത്തുക, അവരെ പഠിപ്പിക്കുക, അവരെ വളർത്തി വലുതാക്കുക, ഇസ്ലാമികമായി അവരെ വളർത്തിക്കൊണ്ടുവന്ന് വലുതാക്കുകയാണെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു അവരും അത് കാരണമായി സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതുപോലെ ഇനി 9ാമത്തെ കാര്യം എന്താ? അല്ലാഹുവിൻ്റെ റസൂൽ യഖൂലുല്ലാഹു അസ്സ വജല്ല മൻ അദ്ഹബ്തു ഹബീബതൈ ഫസബറ വഹ്തസബ ലം അർള ലഹു സവാബൻ ദൂനൽ ജന്ന. ഒരാൾക്ക് അല്ലാഹു കാഴ്ച നൽകി, ആ കാഴ്ച അല്ലാഹു എടുത്തു കളഞ്ഞു, കാഴ്ച ശക്തി എടുത്തു കളഞ്ഞു. അതിൻ്റെ പേരിൽ ആ മനുഷ്യൻ ക്ഷമിച്ചു. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 അവയവങ്ങളാണ് കണ്ണ് എന്ന് പറയുന്നത്. ഈ കാഴ്ച ശക്തി അല്ലാഹു എടുത്തു കളഞ്ഞിട്ട് അതിൽ ക്ഷമിക്കുകയും ചെയ്താൽ അല്ലാഹു അത് കാരണമായി അവന് സ്വർഗം കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി 10ാമത്തെ കാര്യം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മൻ യൽമനുലി മാ ബൈന ലിഹ്യൈ വമാ ബൈന റിജ്ലൈ അൽമനു ലഹുൽ ജന്ന. വളരെ അർത്ഥവത്തായ ഹദീസാണ്. 2 താടിയെല്ലുകൾക്കിടയിലുള്ള അവയവം നാവ്, 2 തുടകൾക്കിടയിലുള്ള ലൈംഗിക അവയവം, ഇത് 2 കൊണ്ടും ആരും തെറ്റ് ചെയ്യുകയില്ല എന്ന് ആരാണോ തെറ്റ് ചെയ്യാതിരിക്കുന്നത് അവർക്ക് ഞാൻ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലാണ്. ഡെയിലി നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാം നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുന്നു, നമ്മൾ പരിശോധിക്കുന്നു, നമ്മൾ അതിൽ ഇൻവോൾവ് ആകുന്നു ഒരുപാട് സമയം നമ്മുടെ ലൈഫിൽ, അല്ലേ? പക്ഷേ നമ്മുടെ കണ്ണിനെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ കണ്ണിനെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ വായ, നാവ് നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ എല്ലാ അവയവങ്ങളെയും നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് സ്വർഗമുണ്ടാകുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള വിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കും. അല്ലാഹുവിൻ്റെ റസൂല് വെറുതെ ഒന്നും പറയാറില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. റസൂല് പറയുന്നത് അത്രയും വഹിയാണ്. ഖുർആൻ അത് വഹിയാണ്, ഹദീത്ത് അത് ഇൽഹാമാണ്. ചില ആളുകൾ പറയും ഹദീത്ത് അല്ലേ, അത് ലഈഫ് ഉണ്ടാകും. അങ്ങനെ ഹദീത്തിനെ ചെറുതാക്കി കാണുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്തേക്ക് വന്നു. എന്താണെന്നറിയോ ക്വസ്റ്റ്യൻ? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ശവ്വാലിലെ 6 നോമ്പ് അദ്ദേഹത്തിന് ആ ഹദീത്ത് ലഭിച്ചിട്ടില്ല, മദീനയിലുള്ള പണ്ഡിതന്മാർ നോക്കുന്നതായി അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു അഭിപ്രായം മുവത്തയിൽ മാലിക്കിൻ്റെതായിട്ട് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ ശവ്വാൽ നോമ്പ് ഇമാം മാലിക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ശവ്വാൽ നോമ്പില്ല. ഈ അഭിപ്രായം മാത്രം ക്ലിപ്പാക്കിക്കൊണ്ട് ഒരാൾ അയച്ചു തരികയാണ്. അവർ ശവ്വാൽ നോമ്പ് നോക്കാറില്ല, അവർ പള്ളികളിൽ അതേക്കുറിച്ച് പറയാറില്ല അത്രേ. നോക്കണം, ഹദീത്തിനെ കൃത്യമായി സമീപിക്കാതെ പണ്ഡിതാഭിപ്രായങ്ങളെ മാത്രം സമീപിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ എത്രയോ ഉണ്ട്. ഹദീത്തിനെ ചെറുതായി കാണുന്ന ആളുകളുണ്ട്. ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് സൗദിയിലുള്ള ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ പേര് സുലൈമാൻ റഹീലി റഹ്മഹുല്ലാ, ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ക്ലിപ്പിലാണ് ഇതുള്ളത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ക്ലിപ്പ് അദ്ദേഹം എന്തിനാണ് പറഞ്ഞതെന്നറിയോ? ശവ്വാൽ നോമ്പ് സുന്നത്താണെന്ന് പറയാനാണ് അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്. അദ്ദേഹം പറയുന്നു, ഇമാം നവവി അക്കാര്യത്തിൽ ഇമാം മാലിക്കിൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് ഇമാം നവവി പറഞ്ഞിട്ടുണ്ട്. ഇമാം നവവി പറഞ്ഞത് വസ്സുന്നത്തു മുഖദ്ദമതുൻ അലാ റഅയി മാലിക്. മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായത്തെക്കാൾ ഹദീത്തിൽ സ്ഥിരപ്പെട്ടു വന്ന സുന്നത്താണ് നമ്മൾ പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത്, അതാണ് പ്രബലം. നോക്കൂ, എത്ര ഹദീത്തുകളാണ് ശവ്വാൽ നോമ്പ് സുന്നത്താണ് എന്ന് പറയുന്ന കാര്യത്തിൽ വന്നിട്ടുള്ളത്. ഒരുപാട് ഹദീത്തുകളുണ്ട്, സ്വഹീഹായ ഹദീത്തുകളാണ്. പക്ഷേ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് ഹദീത്ത് ലഭിച്ചിട്ടില്ല, ശവ്വാൽ നോമ്പ് നോക്കുന്ന പണ്ഡിതന്മാർ അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ അഭിപ്രായം മാത്രം എടുത്തുകൊണ്ട് ഹദീത്ത് നിഷേധിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നില്ലേ? എന്നാലോചിച്ച് നോക്ക്, വളരെ അപകടകരമായ രീതിയിലേക്ക് ഹദീത്തിനെ പോലും സമീപിക്കുക എന്നുള്ളത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ്. അങ്ങനെയല്ല നമ്മൾ സമീപിക്കേണ്ടത്. ഹദീത്ത് തന്നെയാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫന്തഹു. വിശുദ്ധ ഖുർആനാണ് പറയുന്നത്, എന്താണോ അല്ലാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നത് അത് നിങ്ങൾ മുറുകെ പിടിക്കണം. എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിരോധിച്ചത് അത് നിങ്ങൾ ഉപേക്ഷിക്കണം. ഇത് വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനമാണ്. ആ ഖുർആൻ പഠിപ്പിച്ച അല്ലെങ്കിൽ ആ റസൂൽ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഖുത്ബയിൽ സ്വർഗത്തിലേക്ക് നമ്മളെ നയിക്കുന്ന സിമ്പിൾ ഡീഡ്സ് ലീഡിങ് അസ് ടു ദ ജന്ന, ടു ജന്ന, സ്വർഗത്തിലേക്ക് നയിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള, എന്നാൽ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട്, പക്ഷെ നമ്മൾ ചിന്തിക്കാറില്ല. ഉദാഹരണമായി ബാങ്ക് വിളിക്കുമ്പോൾ അത് ഏറ്റുപറയുക എന്നുള്ളത് സ്വർഗത്തിലേക്ക് നയിക്കുന്ന കാര്യമാണോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇന്നു മുതൽ നമ്മൾ ചിന്തിക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. ആ രീതിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസീക്കും ഇബാദല്ലാഹ് വസാനിയം ബി തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കളനുസരിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. 10 കാര്യങ്ങൾ.
സൂറത്തുൽ ലൈലിലെ 5, 6, 7 വചനങ്ങളാണ്. ആരാണോ അള്ളാഹു നൽകിയത് സൂക്ഷിക്കുന്നത്, സത്യമാക്കുന്നത്, ആ സത്യമായ കാര്യത്തിലേക്ക്, എളുപ്പത്തിലേക്ക് അള്ളാഹു അവരെ നയിക്കുമെന്നുള്ളതാണ്. അപ്പം കാര്യങ്ങൾ അറിഞ്ഞാൽ, ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വി ഹാവ് ടു പ്രാക്ടീസ് ഇൻ അവർ ലൈഫ്. അത് നമ്മൾ ശ്രമിക്കണം. എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്. ചില ഹദീസുകളുണ്ട്, ആരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവർ സ്വർഗത്തിൽ കടന്നു എന്നുള്ളതാണ്. ഇത് സംബന്ധമായി ഒരിക്കൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് ഇന്ന നാസൻ യഖൂലൂന മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആളുകളൊക്കെ പറയുന്നുണ്ടല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗത്തിൽ കടക്കും. അങ്ങനെ ആളുകളൊക്കെ പറയും. അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി എന്താണെന്നറിയോ? അദ്ദേഹം നൽകിയ മറുപടി വളരെ ശ്രദ്ധേയം. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഅദ്ദ ഹഖ്ഖഹാ വഫറലഹാ ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മാത്രം പോരാ, വഅദ്ദ ഹഖ്ഖഹാ വഫറലഹാ. ലാ ഇലാഹ ഇല്ലല്ലാഹയോട് ചേർന്ന് വരുന്ന കുറേ ഫർളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായി നിർവഹിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. വഹബ് ഇബ്നു മുനബ്ബഹ് അദ്ദേഹത്തോട് ഒരിക്കൽ പറഞ്ഞു, അലൈസ ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് കീ ഓഫ് ദി ജന്ന, സ്വർഗത്തിൻ്റെ താക്കോലല്ലേ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം നൽകിയ മറുപടി എന്താ അറിയോ? വലാകിൻ മാ മിൻ മിഫ്താ ഇല്ലാ വലഹു അസ്നാൻ. താക്കോലൊക്കെ തന്നെയാണ്, പക്ഷെ അതിന് പല്ലുകളുണ്ട്. പല്ലുകൂടി ഉണ്ടായെങ്കിലേ സ്വർഗം തുറക്കാൻ കഴിയുള്ളൂ. പല്ലില്ലാതെ വെറുതെ താക്കോലിട്ട് പോയാൽ സ്വർഗം തുറക്കാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് വി ഹാവ് ടു പ്രാക്ടീസ് ഇൻ അവർ ലൈഫ്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പണ്ഡിതന്മാർ ഈ ഹദീത്തിനൊക്കെ വിശദീകരിച്ചത്. നമ്മളിപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. നമുക്കറിയല്ലോ, കമ്മിങ് ഫ്രൈഡേ ലോകസഭാ ഇലക്ഷനാണ് അല്ലേ? പലപ്പോഴും നമ്മളെ കൊണ്ട് ആവുന്ന കാര്യങ്ങൾ ചെയ്യണം, എന്നിട്ട് നമ്മൾ അല്ലാഹുവിൽ തവക്കുലാക്കണം. അതാണ് വേണ്ടത്. എല്ലാം നടന്നോളും, പടച്ചോൻ നോക്കിക്കോളും എന്നല്ല. റസൂല് പ്രവർത്തിച്ചു, പ്രാർത്ഥിച്ചു. അതാണ് റസൂല് നമുക്ക് ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ വളരെ കണിശമായി നമ്മുടെ സമ്മതിദാന അവകാശം നമ്മളത് കൃത്യമായി രേഖപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അത് അത്യന്താപേക്ഷിതമാണ്. എന്തൊക്കെയോ നടക്കുന്നുണ്ട്, നടക്കേണ്ടത് നടക്കട്ടെ. പക്ഷേ അള്ളാഹുവിൻ്റെ കഴിവിനൊപ്പം ഒരാളുടെ ചതിപ്രയോഗവും വിജയിക്കുകയില്ല. അതാണ് നമ്മൾ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ ആര് തന്നെ എന്ത് കുതന്ത്രം പ്രയോഗിച്ചാലും അള്ളാഹുവിൻ്റെ കുതന്ത്രത്തിനപ്പുറം മറികടക്കാൻ അതിനൊന്നും സാധ്യമല്ല. ആ ഒരു വിശ്വാസം നമ്മൾക്കുണ്ടായിരിക്കണം. അതോടൊപ്പം നമ്മൾ കൃത്യമായി നമ്മൾ വോട്ട് രേഖപ്പെടുത്തുകയും വേണം. വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് ചില പരിമിതികൾ നമുക്കുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച ഇവിടെ വളരെ ചുരുങ്ങിയ സമയമായിരിക്കും ഖുതുബയും നമസ്കാരവും ഉണ്ടാകും. 12:30 കൃത്യം തുടങ്ങി അരമണിക്കൂറിനുള്ളിൽ എല്ലാം കഴിയുന്ന രീതിയിലായിരിക്കും അടുത്ത ആഴ്ചത്തെ ഇവിടുത്തെ ഖുതുബ ക്രമീകരണം അല്ലെങ്കിൽ വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥന നിശ്ചയിച്ചിട്ടുള്ളത്. അതെല്ലാവരും ചിന്തിക്കേണ്ടതാണ്. ജുമാക്ക് മുമ്പ് പോകാൻ കഴിയുന്നവർ അങ്ങനെ പോയി ചെയ്യണം, അത് കഴിഞ്ഞിട്ട് പോകാൻ കഴിയുന്നവർ അങ്ങനെയും പോയി ചെയ്യണം. വോട്ടവകാശം കൃത്യമായി നമ്മൾ വിനിയോഗിക്കണം. എന്തിനു വേണ്ടി? സെക്യുലറിസം, ഡെമോക്രസി, ഇത് രണ്ടും രാജ്യത്ത് നിലനിൽക്കണം. ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ വോട്ടവകാശം നമ്മൾ കൃത്യമായി നമ്മൾ വിനിയോഗിക്കൽ അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ആ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. നമുക്കറിയില്ലേ, അബൂബക്കർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. കൂടെ ആരുണ്ടായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആകെ ഒരൊറ്റ ആളെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ശത്രുക്കൾ റസൂലിൻ്റെ മുമ്പിലൂടെ യാത്ര ചെയ്തു അല്ലേ? റസൂലിനെ പിടിക്കാൻ എല്ലാ പരിപാടിയും ഒപ്പിച്ചു. മുൻപിലൂടെ പോയിട്ട് പോലും അവർ രണ്ടുപേരെയും കിട്ടിയോ? കിട്ടിയില്ല. അവിടെ രക്ഷപ്പെടുത്തി, അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊരുപാട് ചരിത്രത്തിൽ ഒരുപാട് നമുക്ക് ഗുണപാഠങ്ങളുണ്ട്. ഈമാനുണ്ടോ? അള്ളാഹ് വിൽ പ്രൊട്ടക്റ്റ് അസ്. ഉറപ്പാണ്, നമ്മെ അള്ളാഹു സംരക്ഷിക്കും. ഈമാൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ നന്നാക്കിയെടുക്കേണ്ടതുണ്ട്. പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ മോട്ടോ.
എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ആ രീതിയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അതിൽ നിന്നുള്ള മോചനം എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ ഭാര്യ ഒരുപാട് വർഷക്കാലമായി ഓപ്പറേഷനും മറ്റും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ രോഗം അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്. അള്ളാഹു നമുക്ക് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയവരുണ്ട്. അവരുടെ ഖബറിടം അള്ളാഹു സ്വർഗീയമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി ഫയാ ഖാദിയൽ ഹാജാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അഇസ്സനാ അല്ലാഹുമ്മ അഇസ്സനാ അല്ലാഹുമ്മ അഇസ്സനാ അല്ലാഹുമ്മ അഇസ്സൽ മുസ്ലിമീനൽ ഹുനൂദ യാ റബ്ബൽ ആലമീൻ اللهم أعز المسلمين الحنود يا رب العالمين اللهم أعز المسلمين الحنود يا رب العالمين اللهم أعز إخواننا في فلسطين اللهم أعز إخواننا في فلسطين وانصرنا وانصرهم في الدارين يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر ذنوبنا يا غافر المذنبين برحمتك يا أرحم الراحمين.